മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21-22 പറയുന്നു, നിന്റെ സഹോദരനുമായി നീ രമ്യതപ്പെടുക. എൻ്റെ സഹോദരരെ, ഈ വചനത്തിൽ പറയുന്നത് കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്നാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ പറയുന്നു, നീ നിൻ്റെ സഹോദരനോട് കോപിക്കുന്നുണ്ടെങ്കിൽ നീ ന്യായവിധിക്ക് അർഹനാകും. നമ്മുടെയൊക്കെ വിചാരം നമ്മൾ കൊല്ലുന്നതാണ് ഏറ്റവും വലിയ പാപമെന്ന്. എന്നാൽ ഈശോ പറയുന്നു, കൊല്ലുന്നതല്ല, ഇവൻ നമ്മുടെ സഹോദരനോട് നമ്മൾ കോപിക്കുന്നത് പോലും വലിയൊരു ശിക്ഷാവിധിക്ക് നമ്മൾ അർഹനാകും. നമ്മൾ ന്യായാധിപൻ്റെ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. അതിനാൽ സഹോദരരെ, നമ്മൾ സഹോദരങ്ങളോട് നമ്മൾ ഒത്തിരിയധികം സ്നേഹത്തോടെ പെരുമാറുക. അവരെന്തുമായിക്കൊള്ളട്ടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ നമ്മളെ വെറുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ദിവ്യബലിയിൽ എല്ലാ ദിവസവും കാഴ്ച സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവർക്ക് നമ്മളോടുള്ള ദേഷ്യം ഓരോ ദിവസമായി കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മൾ ന്യായവിധിയുടെ മുൻപിൽ നിൽക്കേണ്ടി വരികയില്ല. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി.